ഹായ് ഹലോ എല്ലാവർക്കും കോർബിഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന സോളാർ കണക്ഷനെ കുറിച്ചാണ്. ഒരുപാട് പേർക്കും ഡൗട്ടുള്ള കാര്യങ്ങളാണ് സോളാർ കണക്ഷൻ്റെ കാര്യങ്ങൾ. ഓൺ ഗ്രിഡ് ഓഫ് ഗ്രിഡ് കണക്ഷൻ്റെ അതിൻ്റെ വ്യത്യാസങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുക. സോളാറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഫോർക്വാർട്ടർ എനർജി ഇന്നോവേഷൻസ് ചീഫ് എഞ്ചിനീയർ മിസ്റ്റർ ബേസിലാണ്. വെൽക്കം ടു ഓൾ. എൻ്റെ പേര് ബേസിൽ. ഞാൻ ഫോർക്വാർട്ടർ എനർജി ഇന്നോവേഷൻസ് കമ്പനിയുടെ ചീഫ് എഞ്ചിനീയറാണ്. ഞങ്ങളുടെ കമ്പനി ലൊക്കേഷൻ വരുന്നത് പെരുമ്പാവൂരാണ്. നോർമലി ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ സോളാർ ഇൻസ്റ്റാളേഷൻ. ജനറിക്കായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, അതെങ്ങനെ, എത്ര ടൈപ്സ് കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, നമ്മളിപ്പോൾ സോളാർ ഫോട്ടോ വോൾട്ടേക്ക് നോക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സോളാർ മുഴുവൻ സൂര്യനിൽ നിന്ന് വെളിച്ചം വന്നിട്ടാണ് ഉള്ള ഇതിനെയാണ് സോളാർ ഫോട്ടോ വോൾട്ടേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ വെള്ളം ചൂടാക്കാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യൻ്റെ ചൂട് കൊണ്ട് വെളിച്ചം വേണം. അപ്പോൾ സോളാർ സാധാ വാട്ടർ ഹീറ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം ചൂടാണ് അബ്സോർബ് ചെയ്യണത്. നമ്മുടെ സോളാർ പാനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റാണ് അബ്സോർബ് ചെയ്യണത്, ഫോട്ടോൺസ് ആണ് അബ്സോർബ് ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, ആ ഒരു വ്യത്യാസമാണ് സോളാർ പി വിയും സോളാർ തെർമലും തമ്മിലുള്ള മെയിൻലി വ്യത്യാസം. ഓക്കെ, അത് ഇനി എബിൻ ചോദിച്ചു ഇത് എത്ര ടൈപ്പ് സോളാർ ഉണ്ടെന്ന്. അപ്പോൾ നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം ഉണ്ട്, ഓഫ് ഗ്രിഡ് ഉണ്ട്, പിന്നെ ഹൈബ്രിഡ് ഉണ്ട്. ഓക്കെ, നമുക്ക് നമ്മുടെ ഒരു നോർമൽ റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന സിസ്റ്റംസ് ആണ് ഇതൊക്കെ. അതായത് ഓൺ ഗ്രിഡ്, ഓഫ് ഗ്രിഡ്, ഹൈബ്രിഡ്, പിന്നെ മൈക്രോ ഗ്രിഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ജനറേറ്റർ ഇൻട്രാക്ട് ചെയ്യാവുന്ന സിസ്റ്റംസ്, അങ്ങനെയൊക്കെ ഒത്തിരി ഇൻഡസ്ട്രിയൽ ഗ്രേഡ് സിസ്റ്റംസ് വേറെ ഉണ്ട്. പക്ഷെ ഞാനിത് മൂന്നിനെ പറ്റിയും ഞാനൊന്ന് ബ്രീഫ് ചെയ്യും. ഓക്കെ, ഈ ഓൺ ഗ്രിഡ് ഓഫ് ഗ്രിഡ് ആണ് കൂടുതൽ ആൾക്കാർ കേട്ടത്. അപ്പോൾ അതിനെക്കുറിച്ച്, ഓൺ ഗ്രിഡിന് ഓഫ് ഗ്രിഡ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അത് എന്താണ്, അതിൻ്റെ കണക്ഷൻ, ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ്, കാര്യങ്ങളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഓൺ ഗ്രിഡ് ഓഫ് ഗ്രിഡ് നമ്മളൊരു ലെയ്മാൻ ഇതിനകത്ത് ഒരു സിംഗിൾ വേർഡിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ ഗ്രിഡിനകത്ത് ബാറ്ററി ഉണ്ടാവില്ല, ഓഫ് ഗ്രിഡിനകത്ത് നമുക്ക് ബാറ്ററി സ്റ്റോറേജ് ഉണ്ടാവും. അപ്പോൾ വാട്ട് ഓൺ ഗ്രിഡ് സിസ്റ്റം ആണ്. അപ്പോൾ ഈ സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ KCB സപ്ലൈ ഉണ്ട്, നമുക്ക് വെളിച്ചം ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഇവിടെ നിന്നുള്ള പവർ ജനറേഷൻ നമ്മുടെ KCBയുടെ ലൈനിലേക്ക് എക്സ്പോർട്ട് നടക്കുന്നുണ്ടാവും. അതാണ് ഓൺ ഗ്രിഡ്. അതായത് ഇവിടെ എവിടെയും സ്റ്റോറേജ് നടക്കുന്നില്ല. അപ്പോൾ ഇവിടെ വീട്ടിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ, അതായത് KCB കട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റം സ്റ്റാൻഡ് ബൈയിലേക്ക് പോകും. അതായത് ഈവൻ നമ്മളിപ്പോൾ 5, 10, 20 കിലോ വാട്ടിൻ്റെ ആണെങ്കിലും ഓൺ ഗ്രിഡ് വെച്ചേക്കുന്ന ഏത് സിസ്റ്റം ആണെങ്കിലും കറണ്ട് പോയി, നമ്മുടെ റെഫറൻസ് സപ്ലൈ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റം സ്റ്റാൻഡ് ബൈയിലേക്ക് പോകും. അതായത് അവിടെ എത്ര പാനൽ ഉണ്ടായിരുന്നിട്ടും ആ പാനൽ പ്രൊഡക്ഷൻ സ്റ്റാൻഡ് ബൈയിൽ നിൽക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറണ്ട് പോണ സമയത്ത് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവത്തില്ല. അതാണ് ഓൺ ഗ്രിഡിൻ്റെ ഡിസഡ്വാൻറ്റേജിൽ മേജർ ഡിസഡ്വാൻറ്റേജും. ഒരു ഡിസഡ്വാൻറ്റേജ് ഉള്ളൂ, അത് ഇത് തന്നെയാണ്. ഓക്കെ, നേരെ അതിൻ്റെ ഓഫ് ഗ്രിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ബാറ്ററി സ്റ്റോറേജ് വന്നു. ബാറ്ററി സ്റ്റോറേജ് വരുമ്പോൾ ഇപ്പോൾ നോർമൽ ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പവർ എക്സ്പോർട്ട് ചെയ്യുന്ന പരിപാടിയൊന്നും നടക്കുന്നില്ല. അതായത് നമ്മൾ കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന സാധാ ഇൻവെർട്ടർ സിസ്റ്റത്തിനകത്തേക്ക് നമ്മളൊരു പാനൽ വെച്ചാൽ ബാറ്ററീനെ ചാർജ് 11 മണി 12 മണി ആകുമ്പോഴത്തേക്കും ബാറ്ററി ഫുള്ളായി കഴിയും. ബാറ്ററി ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ പാനലിന് ചില സിസ്റ്റംസ് ലോഡിലേക്ക് കൊടുക്കുന്നുണ്ട്. ബാറ്ററി ഫുള്ളായി കഴിഞ്ഞാൽ ലോഡ് സെർവ് ചെയ്യുന്ന എല്ലാവരുടെ വീട്ടിൽ സാധാ ഇൻവെർട്ടർ ഉണ്ടാവും. അതായത് സാധാ ഒരു ബാറ്ററിയും വെച്ചിട്ടൊരു ഇൻവെർട്ടർ സർവ്വസാധാരണമായിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്തേക്ക് നമ്മളിപ്പോൾ ഒരു പാനലിനെയും കൂടെ ആഡ് ചെയ്തിട്ട്, അതായത് ബാറ്ററി ചാർജിങ് പാനലിൽ നിന്ന് നടക്കുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഓഫ് ഗ്രിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് സോളാർ പാനലും വന്നു. അപ്പോൾ ഇതിനകത്ത് വെച്ചാൽ നമുക്ക് കറണ്ട് പോയാലും ബാറ്ററിയിൽ നിന്ന് സാധാ ഇൻവെർട്ടർ വർക്ക് ചെയ്യണത് പോലെ വർക്ക് ചെയ്യും. പക്ഷെ അതിൻ്റെ ബാറ്ററിയുടെ ചാർജിങ് നടക്കുന്ന സോളാർ പാനലിൽ നിന്നായിരിക്കും. അപ്പോൾ KCB എന്നുള്ള ഇൻടേക്ക്, അതായത് നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യാനിരിക്കുന്ന കറണ്ടിനകത്തുള്ള ഇതൊക്കെ നമുക്ക് പറഞ്ഞു കിട്ടും. അതുപോലെ നമ്മൾ ഇപ്പോൾ ഓൺ ഗ്രിഡ് പോവുകയാണെങ്കിൽ അതിൻ്റെ കണക്ഷൻസ്, അതായത് ഒരേ ലൈനിലൂടെ തന്നെയാണോ ഒരു പ്രൊഡക്ഷൻ പോകുന്ന കാര്യങ്ങൾ? അതായത് നമ്മള് സാധാരണ ചിലർ എന്നോട് ഒന്ന് തോന്നരുതെന്നും പറഞ്ഞ് ചോദിക്കാറുണ്ട്, ഈ ഓൺ ഗ്രിഡിന്റെ പവർ വരുമ്പോൾ ഞങ്ങൾ 2 ലൈൻ വലിക്കണോ, ഇതെങ്ങനെയാണ് ഇതിന്റെ പവർ എക്സ്ചേഞ്ച് നടക്കുന്നതെന്ന്. അതായത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് സെയിം നമ്മുടെ വീടിൻ്റെ ഇപ്പോൾ 3 ഫേസ് ലൈനോ സിംഗിൾ ഫേസ് ലൈനോ ആണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കറണ്ട് വരുന്ന അതേ ലൈനിൽ കൂടെ തന്നെയാണ് നമ്മൾ ഇവിടുന്ന് പവർ എക്സ്പോർട്ട് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കുറച്ചുകൂടെ ഒരു ടെക്നിക്കലായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 12 വോൾട്ടിൻ്റെ ബാറ്ററി
രണ്ട് ബാറ്ററീനെ എടുത്തിട്ട് നമുക്ക് പാരൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ 100H ബാറ്ററിയും കൂടെ പാരൽ ചെയ്ത് നമുക്ക് 200H 12 വോൾട്ടിൻ്റെ ഒരു സിസ്റ്റം നമുക്ക് ബാറ്ററിയിൽ DC ഉണ്ടാക്കിയെടുക്കാം. AC നമുക്ക് അതായത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് വെച്ചുകൊണ്ട് നമുക്ക് രണ്ട് ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഇതിനെ പാരൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റില്ലാത്തത് കൊണ്ട് ഇത് പാരൽ ചെയ്യണമെങ്കിൽ തന്നെ അതിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഫേസും ഫ്രീക്വൻസിയും ആംപ്ലിറ്റ്യൂഡും സെയിം ആയിരിക്കണം, എന്നാലാണ് ഇതിനെ പാരൽ ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും KCBയുടെ ലൈൻ 50 ഹെർട്സിൻ്റെ ഫ്രീക്വൻസിയോ ഫേസോ അതൊന്നും നമുക്ക് ചേഞ്ച് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അതായത് KCB എന്ന് പറഞ്ഞാൽ ഇതൊരു കടലാണ്. ഓക്കെ, അപ്പം നമ്മൾക്ക് ഇവിടെ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ ചെയ്യുന്ന നമ്മുടെ DC പാനലിൽ നിന്ന് വരുന്ന DCനെ എടുത്തിട്ട് ഇവൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ KCBയുടെ ലൈൻ സെൻസ് ചെയ്യുമല്ലോ. അതാണ് കറണ്ട് ഉള്ളപ്പോഴാണ് അവൻ ജനറേഷൻ ഉള്ളൂ എന്ന് പറയുന്നത്. അതായത് ലൈൻ സെൻസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫേസും ഫ്രീക്വൻസിയും ആംപ്ലിറ്റ്യൂഡിൻ്റെ ഒരു കോപ്പി എടുക്കുക എന്ന് ജസ്റ്റ് വിചാരിച്ചു. ആ കോപ്പി എടുത്തിട്ട് ആ സെയിം പാരാമീറ്റേഴ്സിൽ നമ്മൾ ഇവിടെ നിന്ന് AC ജനറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ രണ്ട് AC സിങ്ക്രണൈസ് ചെയ്യാന്നാണ് അതിന് ഒറ്റ വേർഡിൽ പറയുന്നത്. അപ്പോൾ ലൈനിലേക്ക് സിങ്ക്രണൈസ് ചെയ്തിട്ട് ആണ് ഈ പവർ എക്സ്ചേഞ്ച് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്ന് വെച്ചാൽ സിങ്ക്രണൈസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ട് AC സോഴ്സ് പാരലായി. അപ്പൊ ഇതിന് നമ്മൾ ശരിക്കും പറഞ്ഞ KCB മീറ്റർ ഈ നമുക്ക് മീറ്റർ റീഡിങ് വരുന്നത്. അപ്പൊ നമ്മുടെ പ്രൊഡക്ഷനും അതും എങ്ങനെ 2 മീറ്റർ വെച്ചിട്ടല്ലേ അത് പ്രൊഡക്ഷൻ റീഡ് ചെയ്യുന്നത്? അതായത് ഇതിനകത്ത് 2 മീറ്റേഴ്സ് ആണുള്ളത്. ഒരു മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണി ഡയറക്ഷണൽ മീറ്റർ, അതിനെ സോളാർ എനർജി മീറ്റർ എന്നും കൂടെ നമ്മൾ വിളിക്കും. ഓക്കെ, പിന്നെയുള്ളൊരു മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന എക്സിസ്റ്റിംഗ് മീറ്റർ ഉണ്ടല്ലോ, അത് KCB മാറ്റിയിട്ട് ബൈ ഡയറക്ഷണൽ മീറ്റർ ആക്കും. ആ മീറ്ററിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോണ പവർ മെഷർ ചെയ്യും, ഇങ്ങോട്ട് വരുന്ന പവറും ഇമ്പോർട്ടും എക്സ്പോർട്ടും മെഷർ ചെയ്യും. അതായത് നമ്മൾ ഇപ്പോൾ രാവിലെ നമ്മൾ എക്സ്പോർട്ട് നടക്കണ്ടെങ്കിൽ ഇപ്പോൾ രാവിലെ തന്നെ നമുക്ക് എക്സ്പോർട്ട് നടന്നുകൊണ്ടിരിക്കുക, മേഘം വന്നു, ചിലപ്പോൾ ആ സമയത്ത് ഇമ്പോർട്ട് കിടക്കണ്ടാവും. ഓക്കെ, പിന്നെ എന്തായാലും രാത്രിയാകുമ്പോൾ എക്സ്പോർട്ട് ഫുള്ളി തീർന്നു, രാത്രി KCB എടുക്കണ്ടാവും. അതായത് സോളാറിൽ നിന്ന് എപ്പോൾ ജനറേഷൻ കുറയണോ അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി KCB വലിക്കണ്ടാവും. അപ്പോൾ അതിന് ഇമ്പോർട്ടും എക്സ്പോർട്ടും ഒരു വെളിച്ചമുള്ള സമയത്ത് ഒരു ദിവസം തന്നെ പല തവണ ഇത് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എത്ര KCB എടുത്തു, എത്ര നമ്മൾ KCBയിലേക്ക് കൊടുത്തു എന്നറിയുന്ന മീറ്ററാണ് ബൈ ഡയറക്ഷണൽ മീറ്റർ. അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് 2 ഡയറക്ഷൻ. അപ്പോൾ അതിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് കാണാം ഇമ്പോർട്ട് എത്രയാണ് എക്സ്പോർട്ട് എത്രയാണ്. പിന്നെ സോളാർ എനർജി മീറ്റർ എന്ന് പറഞ്ഞൊരു മീറ്റർ വെക്കും. അതായത് രണ്ടാമത്തെ ഒരു മീറ്റർ ഉണ്ട്. അത് നമ്മൾ വെക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് കാര്യം ഈ നമ്മുടെ ഇൻവെർട്ടറിൽ നിന്ന് നമ്മൾ എത്ര ജനറേറ്റ് ചെയ്തു എന്നുള്ള ഡേറ്റ ഒക്കെ വരും. പക്ഷെ നമ്മൾ അതിനെ ക്വാണ്ടിഫൈ ചെയ്യണമെങ്കിൽ നമുക്കൊരു ഏജൻസി ടെസ്റ്റഡ് ആൻഡ് സർട്ടിഫൈ ചെയ്ത ഒരു മീറ്ററിങ് ഉപകരണത്തിലൂടെ മാത്രമാണ് നമ്മൾ ഇത്ര പവർ എടുത്തു അല്ലെങ്കിൽ പവർ നമ്മൾ ജനറേറ്റ് ചെയ്തു എന്ന് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം KCBയുടെ തന്നെ തേർഡ് പാർട്ടി സർട്ടിഫിക്കേഷൻ ഉള്ള മീറ്റേഴ്സ് ആയിരിക്കും നമ്മൾ വെക്കുക. അതായത് നമ്മുടെ വീട്ടിലിരിക്കുന്ന സാധാ എനർജി മീറ്റർ പോലത്തെ ഒരു മീറ്റർ നമ്മളവിടെ വെക്കും. ഓക്കെ, അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ആധികാരികമായിട്ട് അതിനകത്ത് കാണിക്കും. ഇപ്പോൾ ഈ സോളാർ ഇൻവെർട്ടേഴ്സിൽ അതിൻ്റെ ഡാറ്റ മുഴുവൻ നമ്മുടെ മൊബൈൽ സ്ക്രീനിൽ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ അതിനത്ര ആധികാരികമായിട്ട് ഇപ്പോൾ കമ്പനിക്ക് വേണമെങ്കിൽ എന്തെങ്കിലും മാറ്റാം, ഇപ്പോൾ പ്രൊഡക്ഷനിലൊക്കെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരുത്താം. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു മീറ്റർ ഇട്ടിട്ടാണ് അവർ മെഷർ ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ഇപ്പം ഓൾറെഡി പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമുക്ക് KCB ലൈൻ ഉണ്ട്. അപ്പൊ അതിന്റെ എങ്ങനെയാണ് അവര് റീഡ് ചെയ്തിട്ട് അതില് തന്നെ നമുക്ക് എങ്ങനെയാണ് അതിന്റെ ബില്ലില് എങ്ങനെയാണ് ബില്ലില് വരുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു റെഡ്യൂസ് ചെയ്യുന്നതെല്ലാം. അതായത് ശരിക്കും നമ്മൾ ഇപ്പൊ ഒരു വീട്ടില് സോളാർ കണക്ട് ചെയ്തേക്കുന്ന വീട്ടില് ഇപ്പൊ നമ്മളൊരു 10 യൂണിറ്റ് ആണ്, ഒരു 10 യൂണിറ്റ് നമ്മൾ ഒരു ദിവസം ജനറേറ്റ് ചെയ്തു. ആ വീട്ടിലൊരു 5 യൂണിറ്റ് കൺസ്യൂം ചെയ്തു, പിന്നെ ഒരു 5 യൂണിറ്റ് സർപ്ലസ് ഉള്ളതാണ് നമ്മുടെ ഗ്രിഡിലേക്ക് പോകുന്നത്. ഓക്കെ, ഇത് ആക്ച്വലി നടക്കുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ 10 മണിക്ക് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഒരു കിലോവാട്ട് ലോഡ് ഉണ്ടെന്ന് വയ്ക്കുക. എൻ്റെ സിസ്റ്റം ഒരു 3 കിലോവാട്ട് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ 1 കിലോവാട്ട് ലോഡ് ഉണ്ട്. അപ്പോൾ ആ 3 കിലോവാട്ടിന് വെച്ചിട്ട് നമ്മൾ ഈ 1 കിലോവാട്ടിനെ സാറ്റിസ്ഫൈ ചെയ്തിട്ട് ബാക്കിയുള്ള 2 കിലോവാട്ട് മാത്രമാണ് ഗ്രിഡിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഇൻസ്റ്റൻസിൽ 10 മണി എന്ന് പറഞ്ഞാൽ 11 മണിക്ക് വന്ന് നമ്മൾ മീറ്ററിൽ നോക്കുവാണെങ്കിൽ പ്രൊഡക്ഷൻ ചിലപ്പോൾ നമുക്കൊരു 8 യൂണിറ്റ് ഉണ്ടായിന്ന് വെച്ചോ, പോയേക്കണ ചിലപ്പോൾ 4 യൂണിറ്റ് ആയിരിക്കും പോയിട്ടുള്ളത്. അതായത് വീടിന്റെ ആവശ്യത്തിന് വേണ്ടി ബാക്കി ഒരു 4 യൂണിറ്റ് എടുത്തിട്ട് വീടിന്റെ ആവശ്യം കഴിഞ്ഞിട്ടുള്ളതാണ് നമുക്ക് എക്സ്പോർട്ട് വരുള്ളൂ. നമ്മളിപ്പോൾ ഒരു അനലോഗി നോക്കുകയാണെങ്കിൽ ഒരു വെള്ളം ഒഴുകണ ഒരു ചാലിനകത്ത് നമ്മളൊരു കുഴി ഒഴിച്ചാൽ ആ കുഴി നിറഞ്ഞതിന് ശേഷമുള്ള ബാക്കിയുള്ളതാണ് അപ്പുറത്തേക്ക് പോകുള്ളൂ.
ഓക്കെ. അല്ലേ? ശരിയല്ലേ? അത് തന്നെയാണ് ഇതിനകത്ത് നടക്കുന്നത്. ഒരു ബേസിക് കറണ്ട് ഫ്ലോ ആണ് ഇതിനകത്ത് നടക്കുന്നത്. ഓക്കെ.